ത്രിരാഷ്ട്ര സന്ദർശനം മോദിയുടെ വിമാനത്തിന് അകമ്പടിയേകി ഇന്തോനേഷ്യൻ യുദ്ധവിമാനങ്ങൾ. ഇതോടുകൂടി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഉജ്ജ്വലമായ തുടക്കമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയുടെ തന്ത്രപ്രധാന പങ്കാളിയായ ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അത്യപൂർവമായ സൈനിക ബഹുമതികളോടെയാണ് അദ്ദേഹത്തെ അവിടെ സ്വീകരിച്ചിരിക്കുന്നത്. മോദിയുടെ പ്രത്യേക വിമാനം ഇന്തോനേഷ്യൻ വ്യോമ അതിർത്തിയിൽ പ്രവേശിച്ച ആ നിമിഷം പൊടുന്നനെ തന്നെ അവിടെ നിന്നുകൊണ്ട് ആ രാജ്യത്തിന്റെ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ അകമ്പടി നൽകിയിരിക്കുകയാണ്. ഒരു സുഖോയ് 13 യുദ്ധവിമാനവും ഒരു F-16 യുദ്ധവിമാനവുമാണ് പ്രധാനമന്ത്രിയുടെ വിമാനത്തിന് സുരക്ഷാ എക്സ്കോർട്ട് നൽകിയിരിക്കുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള തന്ത്രപ്രധാന വിശ്വാസത്തിന്റെയും ഉന്നത നയതന്ത്ര ബഹുമതിയുടെയും പ്രതീകമായിട്ടാണ് ഇത്തരം ഒരു സൈനിക അകമ്പടി അവിടെ ഉണ്ടായിരിക്കുന്നത്. ആ രീതിയിലാണ് അതിനെ വിലയിരുത്തുന്നത്. അതുമാത്രമല്ല, ജക്കാർത്ത അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രബോവോ സുബിയാന്തോ ഇവിടെ നേരിട്ടെത്തിക്കൊണ്ട് സ്വീകരിച്ചു. ഔദ്യോഗിക സ്വീകരണത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിനായി ഒരുക്കുന്ന പരമ്പരാഗത സാംസ്കാരിക പരിപാടികളും അതിലെല്ലാം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കും. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം പ്രകടമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ജക്കാർത്തയിൽ നിന്നും പുറത്തു വരുന്നത്. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അവിടെ ലഭിച്ച സ്വീകാര്യതയും ഇവിടെ എടുത്തു സൂചിപ്പിക്കുന്ന ചില ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇന്തോനേഷ്യ, ഓസ്ട്രിയ, ന്യൂസിലാൻഡ് എന്നീ 3 രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ 6 ദിവസത്തെ സന്ദർശനത്തിലെ ആദ്യഘട്ടമായാണ് ജക്കാർത്ത സന്ദർശനം. അതേപോലെ തന്നെ ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷ, സമുദ്ര സഹകരണം, പ്രതിരോധം, വ്യാപാരം, നിക്ഷേപം എന്നീ മേഖലകളിൽ ബന്ധം കൂടുതൽ ശക്തമാക്കുകയാണ് ഈ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയും തമ്മിലുള്ള ആ കൂടിക്കാഴ്ചയിൽ പ്രതിരോധ സഹകരണം പ്രധാന ചർച്ചാ വിഷയമാകും. ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലോകോത്തര സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ് എന്നതാണ് റിപ്പോർട്ടുകൾ. കരാർ യാഥാർത്ഥ്യമായാൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി രംഗത്ത് അത് വലിയൊരു മുന്നേറ്റം തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ വലിയൊരു നാഴികക്കല്ലായി തന്നെ മാറും ഇക്കാര്യം. അതോടൊപ്പം തന്നെ സമുദ്ര സുരക്ഷ, ഭീകരവിരുദ്ധ സഹകരണം, സാങ്കേതിക വിദ്യ, ഊർജം, ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ തുടങ്ങിയ മേഖലകളിലും പുതിയ കരാറുകൾ ഒപ്പുവെക്കുമെന്നതാണ് പ്രതീക്ഷ. റഷ്യൻ നിർമ്മിത സുഖോയ് 13 യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെയും ഇന്തോനേഷ്യയുടെയും വ്യോമസേനകളിൽ നിന്ന് സേവനം അനുഷ്ഠിക്കുന്നതിനും അത് വലിയ രീതിയിൽ ശ്രദ്ധേയമായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ വ്യോമസേന പ്രത്യേകമായി തന്നെ വികസിപ്പിച്ച സുഖോയ് 13 MKI പതിപ്പാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ സഹകരണത്തിന് കൂടുതൽ കരുത്തേകും എന്നതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്തോനേഷ്യ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രിയാകട്ടെ ഓസ്ട്രേലിയയിലേക്കും തുടർന്ന് ന്യൂസിലാൻഡിലേക്കും യാത്ര തിരിക്കും. ഇൻഡോ പസഫിക് മേഖലയിലെ ഇന്ത്യയുടെ സ്വാധീനം കൂടുതൽ ശക്തമാക്കുന്നതിനും തന്ത്രപ്രധാന സഖ്യങ്ങൾ വിപുലമാക്കുന്നതിനുമുള്ള നിർണായക സന്ദർശനമായിട്ടാണ് ഈ ത്രിരാഷ്ട്ര പര്യടനത്തെ വിദേശകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. അതുമാത്രമല്ല, ജക്കാർത്തയിൽ ലഭിച്ച സൈനിക ബഹുമതിയും രാഷ്ട്രീയതല സ്വീകരണവും ഇൻഡോ പസഫിക് മേഖലയിലെ ഇന്ത്യയുടെ ഉയർന്നു വരുന്ന നയതന്ത്ര പ്രതിരോധ പ്രാധാന്യത്തിന്റെ ശക്തമായ സൂചനയായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.